ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബ്ലൗസിൻ്റെ മെറ്റീരിയലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട മെഷർമെൻറ്റ് അനുസരിച്ച് ബ്ലൗസും ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 40 ഇഞ്ച് വരുന്ന ബ്ലൗസിൻ്റെ മെഷർമെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഷോൾഡറിൻ്റെ ഹാഫ് കൊടുത്തിട്ടുള്ളത് 6.5 ഇഞ്ചും ആം ഹോളും 6.5 ഇഞ്ച് കൊടുത്ത് ബാക്കി മെഷർമെൻറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ സാധാരണ ബ്ലൗസിന് കൊടുക്കുന്ന സെയിം മെഷർമെൻറ്റിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നെക്കിൻ്റെ അകലമാണ് ഇവിടെ 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. നെക്കിൻ്റെ ഇറക്കം കൊടുക്കുന്നത് 6.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഫ്രണ്ട് പോർഷനാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. ശേഷം നമുക്ക് ഇതുപോലൊരു സ്ക്വയർ വരച്ച ശേഷം നെക്കിൻ്റെ ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ചെറുതായി ഇതുപോലൊരു കർവായിട്ടുള്ളൊരു ഓവൽ ഷേപ്പാണ് ഞാനിവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മറ്റേതെങ്കിലും ഷേപ്പ് കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം. ഇനി നമ്മുടെ ആ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ നെക്കിന് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ഭാഗത്ത് നിന്നും 1.25 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്നും നമുക്ക് താഴത്തേക്ക് ഒരു 4.5 ഇഞ്ചോളം കൊടുക്കുന്നുണ്ട് കേട്ടോ. 4.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷനിൽ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 2 പോയിൻറ്റും കൂടി ഇതുപോലെ ആദ്യം നമുക്ക് ഈ ഒരു ലൈൻ മാർക്ക് ചെയ്യാം. ശേഷം നമ്മുടെ ആ ഒരു ഡിസൈൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ലൈനിങ് നല്ല തുണിയിലേക്ക് വെച്ച് മറിച്ചടിക്കുന്ന രീതിയിലാണ് ഇവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ നല്ല തുണിയിലും ഇതുപോലെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ഡിസൈൻ വന്നിട്ടുള്ളത്. 2 സൈഡിലേക്കും വേണ്ടി ഡോരി കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ മെയിൻ തുണിയുടെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 തുണിയുടെയും ഉൾവശത്തായി വേണം ഡോരി വെച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നേരത്തെ ഞാൻ ഡോരി എവിടെയാണ് വെക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഡോരി കൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്ത് ഉള്ളിലുള്ള ക്ലോത്ത് എല്ലാം കട്ട് ചെയ്തും കൂടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചെറിയ നോച്ചും കൂടി ഇട്ട് കൊടുക്കണം. ഡോരി ഉള്ളിലാക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് ഇട്ടെടുക്കണം. അപ്പോൾ ഡോരി വരുന്ന ഭാഗം ഇതുപോലെ മുകളിലേക്കൊന്ന് വലിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു കോർണർ പോർഷനെല്ലാം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് തന്നെ പുറത്തേക്ക് എടുത്ത ശേഷം ടോപ്പ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്കും കൂടി കാണാം. അപ്പോൾ സാധാരണയായി ബ്ലൗസിൽ ഒരുപാട് കണ്ടുവരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഡിസൈനും കൂടിയാണ്. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള ലുക്ക് വരുന്നത്. അപ്പോൾ ഞാനിതുപോലെ ഡമ്മിയിലൊന്ന് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്